ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? ഒരു ഇടി വെച്ചിരും ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാങ്കുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് തന്നു ചോദിക്കും. മൈക്കിളല്ല, കൈമൾ മാഷ്. ആ, കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ? മകന്റെ പേര്? ആ, മരിച്ചുപോയ ഉണ്ണി. മരിച്ചു പോയിന്ന് എടുത്തു പറയണ്ട, ഉണ്ണീന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ, അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്ക് എങ്ങാനും കണ്ടുകഴിഞ്ഞാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ? ഞാൻ തന്നെ പോവാം. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ. എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം. നമസ്കാരം. ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ? ആ, സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ആ, ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ? ആ, ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. ആട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ആ, ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്, മിസ്റ്റർ സുജാത. ആ എരണം കെട്ടവളുടെ പേര് ഇവിടെ മിണ്ടരുത്. ശരി, പേര് പറയുന്നില്ല. ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും? അവളിവിടെ ഇല്ല. അവള് ഭർത്താവിന്റെ വീട്ടിലാ. ഭർത്താവാണ് പോലും. ഭർത്താവ്.